ഇടവേളയില്ലാതെ ഫലവും പണവും തരുന്ന പാഷൻ ഫ്രൂട്ട് കൃഷി വ്യാപിപ്പിച്ച് കർഷകർ. ചിലർ മുഖ്യ കൃഷിയാക്കിയും മറ്റു ചിലർ ഇടവേള കൃഷിയാക്കിയും പാഷൻ ഫ്രൂട്ട് കൃഷിയെ പരിപോഷിപ്പിക്കുകയാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എസ് മെഡിക്കൽ ലാബോറട്ടറി, ഐ.ടി. ജംഗ്ഷൻ, കട്ടപ്പന. അവർ ബ്രാഞ്ചസ് സ്വാന്തനം ലാബ് അണക്കര, സ്വാന്തനം ലാബ് ചെല്ലാർകോവിൽ. ഉപ്പുതറ, വണ്ടൻമേട്, വണ്ടിപ്പെരിയാർ, ചക്കുപള്ളം, ആനവിലാസം, അടിമാലി, മുരിക്കാശ്ശേരി, തോപ്രാംകുടി മേഖലകളിലാണെന്ന് ഏറ്റവും കൂടുതൽ പാഷൻ ഫ്രൂട്ട് വിളയിച്ച് മോശമല്ലാത്ത വരുമാനം കർഷകർ നേടുന്നത്. മഞ്ഞ, ചുവപ്പ്, പിങ്ക്, നീല തുടങ്ങിയ നിറങ്ങളിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിലും ഇതിൽ മഞ്ഞ നിറമുള്ളതിനാണ് ഏറ്റവും മെച്ചവും ഗുണപ്രദവും. പ്രമേഹ രോഗികൾ പാഷൻ ഫ്രൂട്ടിന്റെ ചാറും ഇലയിട്ട് തിളപ്പിച്ച വെള്ളവും രോഗശമനത്തിനായി ഉപയോഗിക്കുന്നുമുണ്ട്. പാഷൻ ഫ്രൂട്ടിന്റെ വില പരമാവധി ഇടിച്ചു താഴ്ത്തി വ്യാപാരം നടത്തിവരുന്നത് ഹൈറേഞ്ചിലെ ചില മലഞ്ചരക്ക് വ്യാപാരികളാണ്. ഇവർ പരമാവധി നൽകുന്ന വില 50 രൂപ മാത്രമാണ്. ഇതേ പാഷൻ ഫ്രൂട്ട് കൊച്ചിയിൽ ലുലു മാളിൽ എത്തിച്ചു നൽകുമ്പോൾ അവിടെ വിൽപ്പന നടത്തുന്നത് 150 മുതൽ 200 രൂപ വരെ രൂപയ്ക്കാണ്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായി വില ലഭിക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് കർഷകർ പുതിയ കൃഷി പരീക്ഷണങ്ങളിലേക്ക് തിരിയുവാൻ നിർബന്ധിതരാകുന്നത്. വലിയ കൃഷിയായിട്ട് ചെയ്താലും കുറേ ലാഭം കിട്ടും. പിന്നെ ഇതിന് കേടില്ല, ഇതിന് വലിയ വളവും ചെയ്യണ്ട, ഡെയിലി ആദായം കിട്ടും. വിപണി ഇതേ വിറ്റെങ്കിൽ ഇപ്പം 50 രൂപ കട്ടപ്പന ശരാശരി കിട്ടും. പിന്നെ മരത്തേക്കരി ഇവിടെ ആണെങ്കിൽ കണ്ടമാനം ഇത് കൂടുതൽ കായ്ക്കുകയും ചെയ്യും. ഒരു കേടുമില്ല, വലിപ്പവും കൂടുതലുണ്ട് കായ്ക്ക്. അത് അതിൻ്റെ വിളവ് കളയാൻ പറ്റിയത് അതുപോലെ അത് വിളയുകയും ചെയ്യും. ചെടിക്കും കേടില്ല. ചെറിയ അധ്വാനവും വലിയ വരുമാനവും ഇതാണ് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതിനായി കർഷകരെ പ്രേരിപ്പിക്കുന്ന ഘടകം. പാഷൻ ഫ്രൂട്ട് കൊണ്ട് വിവിധ മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്തും ആഭ്യന്തര വിപണിയിൽ വൻ ലാഭം കൊയ്യുന്ന വ്യവസായ യൂണിറ്റുകളും കുറവല്ല. പാഷൻ ഫ്രൂട്ടിന്റെ പ്രചാരം വർദ്ധിക്കുകയും ആവശ്യക്കാരേറുകയും ചെയ്തതോടുകൂടി കർഷകരുടെ കൃഷിയിടത്തിലെത്തി പാഷൻ ഫ്രൂട്ട് ശേഖരിച്ചു കൊണ്ടുപോകുന്ന ഏജൻസികളും ഇപ്പോൾ വ്യാപകമായി കഴിഞ്ഞു. ഉപ്പുതറ, കട്ടപ്പന, മുരിക്കാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ എല്ലാ ശനി ദിവസങ്ങളിലും എത്തി മൂവാറ്റുപുഴ, പെരുമ്പാവൂർ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലേക്ക് പാഷൻ ഫ്രൂട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. കർഷകരുടെ കൃഷിയിടത്തിലെത്തി സംഭരിക്കുമ്പോൾ കിലോയ്ക്ക് 60 മുതൽ 65 രൂപ വരെ വിലയും ലഭിക്കുന്നുണ്ട്. എന്നാൽ കർഷകർ ഇത് വിപണിയിലെത്തിച്ച് വിൽപ്പന നടത്തുമ്പോൾ 35 മുതൽ 40 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. 80 വർഷത്തെ കുടിയേറ്റ ചരിത്രമുള്ള ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലകളിൽ കാപ്പിയും കൊടിയും ഏലവും കപ്പയും മാത്രമല്ല പാഷൻ ഫ്രൂട്ടും കപ്പളങ്ങയും പോലെയുള്ള പല വ്യത്യസ്തങ്ങളായ കൃഷികളും പരീക്ഷണം നടത്തി വിജയിച്ചിരുന്നു. പിന്നീട് വലിയ വരുമാനം നേടിത്തരുന്ന നാണ്യവിളകളിലേക്ക് വഴിമാറിയതോടെ പലയിടത്തും പാഷൻ ഫ്രൂട്ട് പോലുള്ള ഇടവിള കൃഷികൾ ഉപേക്ഷിച്ചു. ഇവയാണിപ്പോൾ വീണ്ടും ഹൈറേഞ്ചിൽ പലയിടത്തായി ശക്തി പ്രാപിക്കുന്നത്. 5 സെന്റ് മുതൽ 5 ഏക്കറിൽ വരെ കൃഷി ചെയ്യുന്നവരുമുണ്ട്. കൃഷിക്കായി ലക്ഷങ്ങൾ ചിലവാകുമെങ്കിലും വരുമാനം പ്രതീക്ഷയ്ക്കപ്പുറത്താണ്. സ്ഥലം തീരെ കുറഞ്ഞവരാകട്ടെ വീടുകളുടെ മട്ടുപ്പാവുകളിൽ പന്തലിട്ട് ഇതിലേക്ക് വള്ളി പടർത്തി ഈ കൃഷിയിലൂടെ വരുമാനമുണ്ടാക്കി വരുന്നു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എസ് മെഡിക്കൽ ലാബോറട്ടറി, ഐ.ടി. ജംഗ്ഷൻ, കട്ടപ്പന. പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ജനറൽ ഹെൽത്ത് ചെക്കപ്പ്, എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ്, മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് ഫോർ മെൻ ആൻഡ് വുമൺ, ഡയബറ്റിക് ഹെൽത്ത് ചെക്കപ്പ്, ആഫ്റ്റർ കോവിഡ് ടെസ്റ്റ് പാക്കേജ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾക്കും 50% മുകളിൽ ഡിസ്കൗണ്ടുകൾ. ഹോം കളക്ഷൻ അവൈലബിൾ. എസ് മെഡിക്കൽ ലാബോറട്ടറി, ഐ.ടി. ജംഗ്ഷൻ, കട്ടപ്പന. അവർ ബ്രാഞ്ചസ് സ്വാന്തനം ലാബ് അണക്കര, സ്വാന്തനം ലാബ് ചെല്ലാർകോവിൽ.